ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 46-47 വാക്യങ്ങളാണ് ഞാൻ 44 മുതൽ വായിക്കുന്നു. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. താഴോട്ട് പിന്നെ നിങ്ങൾ വായിച്ചാൽ മതിയാകും. ഈ വാക്യത്തിൻ്റെ സാരാംശം കൂട്ടായ്മ എന്നാകും. ഇവരെല്ലാവരും കൂട്ടായ്മയെ ആചരിച്ചു ഒന്നിച്ച് കൂടിയതിനെ ആണല്ലോ ദൈവസന്നിധിയിൽ നമുക്ക് വായിപ്പാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ ചിന്ത പലരും ഒന്നിച്ചു കൂടുന്നതിനെ കൂട്ടായ്മ എന്ന് പറയുന്നു. ധാരാളം കൂട്ടായ്മകൾ ലോകത്തിലുണ്ട്. മതപരമായ കൂട്ടായ്മയുണ്ട്, രാഷ്ട്രീയ കൂട്ടായ്മയുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുടനീളം രാഷ്ട്രീയത്തിൻ്റെ ഒരു MP തിരഞ്ഞെടുക്കുവാനുള്ളതായ കൂട്ടായ്മയും അതിൻ്റെ കാര്യപരിപാടികളും നടക്കുന്ന സമയമാണല്ലോ. ഇവിടെ ലോകത്തിൽ മതപരമായ കൂട്ടായ്മയുണ്ട്, രാഷ്ട്രീയ കൂട്ടായ്മയുണ്ട്, വർഗീയ കൂട്ടായ്മയുണ്ട്. എല്ലാ വിഭാഗങ്ങൾക്കും ഓരോ കൂട്ടായ്മയുണ്ട്. എന്നാൽ ആത്മീയ കൂട്ടായ്മ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണെന്നാണ് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയുന്നത്. ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മീയ കൂട്ടായ്മയാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത്. ആത്മീയ കൂട്ടായ്മ എന്ന പേരിൽ ധാരാളം ഉണ്ട് താനും. എന്നാൽ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമസഭയ്ക്ക് ഒരൊറ്റ കൂട്ടായ്മയേ ഉള്ളൂ. അത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വ്യർത്ഥമായ പാരമ്പര്യങ്ങളെയും വചനവിരുദ്ധമായ ആചാരാനുഷ്ഠാനങ്ങളെയും പൂർണ്ണമായും അപേക്ഷിച്ച് ശരിക്കും വേണ്ടപ്പെട്ടവർ അത് വേർപാട് അനുഷ്ഠിക്കേണ്ടതിന് പാലിച്ച് ജീവിതവിശുദ്ധിയിൽ ആത്മാവിൻ്റെ നിറവിൽ ഏക മനസ്സോടെ ഏക വിശ്വാസത്തോടും കൂടെ കർത്താവിനെ ആരാധിക്കുവാൻ കൂടുന്നവരുടെ കൂട്ടായ്മയാണല്ലോ ഇവിടെ നമുക്ക് കൂട്ടായ്മ എന്ന വാക്കിൻ്റെ അർത്ഥത്തോടു കൂടി നമുക്ക് ആലോചന തന്നിരിക്കുന്നു. എന്നാൽ എന്നുള്ള പദം ഞാൻ പലപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും എന്നൊരു ചിന്തയാണ്. ഉപദേശം പാലിക്കാത്തവരും അറിയാത്തവരും ഈ കൂട്ടായ്മയിൽ വന്നെന്ന് വരാം. പക്ഷേ അവർ മറ്റുള്ളവരെ പോലെ ആരാധിക്കുന്നില്ല. കാരണം അവർ വചനത്തിലോ ഉപദേശം പാലിച്ചവരല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഉപദേശങ്ങൾ പാലിച്ചവർക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ടല്ലോ. അവർക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തുവിനോട് ഹൃദയാംഗമായ ആത്മാർത്ഥതയുള്ള കൂട്ടായ്മ ഉണ്ടായിരിക്കും. അവരുടെ കൂട്ടായ്മയും അവർക്ക് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതിനായിരിക്കണം പരിശുദ്ധാത്മാവിൽ നമ്മൾ കൂടി വരുന്നത്. അവർക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നവരുമായിരിക്കണം. അപ്പോൾ കൂട്ടായ്മയിൽ കൂടുന്നവർ തമ്മിൽ ഭിന്നത ഉണ്ടായി ഒന്നിനാൽ മറ്റൊന്ന് ഒടുങ്ങിപ്പോകാനിടയാകരുത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിയോഗത്താലുമുള്ള കൂട്ടായ്മയിൽ കൃപാവരങ്ങൾ ജ്വലിച്ച് ആത്മീയ ഫലം ആത്മഭാരമുള്ളവരായിത്തീരും. അപ്പോൾ ആത്മാവിൻ്റെ ഫലവും ആത്മഭാരമുള്ളവരും എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മളെ സഹായിക്കാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ആശ്രയിക്കാം. ഓരോരുത്തർക്കും യേശുക്രിസ്തുവിനോട് ഹൃദയാംഗമായ ആത്മാർത്ഥമുള്ള കൂട്ടായ്മയും ഉണ്ട്. അവരുടെ കൂട്ടായ്മ മറ്റുള്ളവർക്ക് മാതൃകയും അവർക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നവരുമായിരിക്കും. കൂട്ടായ്മയിൽ കടന്നു വരുന്നവർ അതിൽ കൂടുന്നവരും ഭിന്നത ഉണ്ടായി ഒന്നിനാൽ ഒന്ന് അല്ലെങ്കിൽ ഒന്നിനാൽ മറ്റൊന്ന് ഒടുങ്ങിപ്പോകുവാനിടയാകരുത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിയോഗത്താലുമുള്ള കൂട്ടായ്മയിൽ കൃപാവരങ്ങൾ ജ്വലിച്ച് ആത്മീയ ഫലവും ആത്മഭാരമുള്ളവരുമായിത്തീരും എന്നുള്ള കാര്യം നാം മറക്കണ്ട. ധാരാളം ആത്മാക്കൾ ഉപദേശം പാലിച്ച് കൂട്ടായ്മയിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മുടെ കൂട്ടായ്മ വളരുന്നത്. കൂട്ടായ്മയുടെ ലീഡിങ്ങും നിയന്ത്രണവും തികച്ചും പരിശുദ്ധാത്മാ നിയോഗത്തിലായിരിക്കണം. നമ്മളാരും കയറി അതിനെ എന്ത് ചെയ്യരുത്, നിയന്ത്രിക്കാൻ പോകരുത്. ആ കൂട്ടായ്മയിൽ അങ്ങനെയുള്ള ദൈവകൃപയുള്ളവരൊക്കെ നിലനിൽക്കുകയും ചെയ്യും. പ്രത്യാശയുള്ളവരായി സ്വർഗരാജ്യത്തിനായി അനേകരെ ഒരുക്കും. അതാണ് ഈ കൂട്ടായ്മയുടെ പ്രത്യേകത.
ദൈവകൃപ അനുഭവിക്കുന്നവർ മുട്ടുള്ളവനെ കണ്ടില്ലെന്ന് നടിക്കുകയില്ല. അതൊരു പ്രത്യേകത ഇതിൻ്റെ. അവരെ സഹായിക്കുകയും എല്ലാ വിധത്തിലും സന്തോഷകരമായിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അവരവരുടെ വീടുകളിലും കുടുംബ പ്രാർത്ഥനയിലും പൊതുവായ ആത്മീയ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അതില്ലാത്ത കൂട്ടായ്മകൾ പാടില്ല. വീടുകളിൽ കുടുംബ പ്രാർത്ഥന, അപ്പോൾ പൊതുവായ പ്രാർത്ഥന എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ, അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് പൊതുവായി പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതേ വീടുകളിലെ കൂട്ടായ്മകളിലും അപ്പനുറുക്ക് കർത്തൃമേശയിലും ഉല്ലാസ സന്തോഷത്തോടെ പരമാർത്ഥ ഹൃദയത്തോടെ ഭക്ഷണം കഴിച്ചും ദൈവകൃപയിൽ ആശ്രയിച്ചും കിടന്നുറങ്ങുമ്പോൾ ദൈവകൃപയുടെ മഹത്വമായി പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ തട്ടി ഉണർത്തിയിട്ട് നമുക്ക് യഥാർത്ഥ ഒരു കൂട്ടായ്മ പരിശുദ്ധാത്മാവിനോടൊപ്പം ഇനിയുണ്ടെന്ന് പറഞ്ഞു ആലോചന പറഞ്ഞു നമ്മളെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരും. അങ്ങനെ നമുക്ക് കർത്താവിൻ്റെ ചെല്ലാം. പേർ വിളിക്കുമ്പോൾ കാണും എൻ്റെ പേരും എന്നുള്ള വചനം പോലെ നമുക്ക് ആ പേര് വിളിക്കുമ്പോൾ എൻ്റെ പേരും കാണണമേ കർത്താവേ എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും ആമേൻ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.